എന്റെ മോനെയും എന്റെ പേരക്കുട്ടികളും ഒക്കെ പോയി. ഇനിയിപ്പോ കീഴ്പ്പെട്ടൊക്കെ ഭൂമി മേപ്പെട്ടൊക്കെ ആകാശമുള്ളൂ. ഞങ്ങള് മാത്രം അനാദിയായിട്ട് നിക്കാണ്. എന്റെ കുടുംബം മോനെ കൊടുത്തിട്ട് നിക്കാണ്. മരങ്ങളും മലയും വെള്ളവും കല്ലും പാറയുമെല്ലാം ഒലിച്ചിറങ്ങി മനുഷ്യനെ നിഷ്കരണം കൊന്നുതള്ളിയ രൗദ്രതയിൽ നിൽക്കുന്ന പ്രകൃതി. എത്രയോ ഉരുൾപൊട്ടലുകളാണ് കേരളീയർ കണ്ടിരിക്കുന്നത്. ഇക്കാലം അത്രയും നഷ്ടപ്പെട്ട ജീവനുകൾക്ക് കണക്കില്ല. ഇനിയും കിട്ടാത്ത എത്രയോ പേരുണ്ട്. മണ്ണിനടിയിൽ ഒരു കൈ, അതിനു മുകളിൽ മരങ്ങൾ, പാറകൾ. ജീവന്റെ തുടുപ്പ് അന്വേഷിച്ചിറങ്ങിയവർക്ക് പോലും കരച്ചിലടക്കാൻ കഴിയാത്ത അവസ്ഥ. അങ്ങനെയാണ് ഓരോ ഉരുൾപൊട്ടലുകളും അവശേഷിപ്പിക്കുന്ന വലിയ മുറിവുകൾ. എന്നിട്ട് പഠിക്കാത്ത നമ്മൾ വീണ്ടും അടുത്ത ഉരുൾപൊട്ടലിന് വേണ്ടി കാത്തിരിക്കും. കാലവർഷം കലിതുള്ളി പെയ്തിറങ്ങുമ്പോൾ കേരള നാടിന് ബാക്കിയാവുന്നത് കണ്ണീർ മാത്രമാണ്. ഇടുക്കി പെട്ടിമുടിയുടെയും വയനാട്ടിലെ പുത്തുമലയിലെയും ദുരന്തത്തിന്റെ നനവുള്ള ഓർമ്മകൾ മായും മുമ്പേ കേരളത്തിന് കണ്ണീരായിപ്പോൾ മേപ്പാടിയും. വയനാട് മേപ്പാടിക്ക് സമീപം മുണ്ടക്കൈ ചൂരൽമല മേഖലകളിൽ ഉണ്ടായ വൻ ഉരുൾപൊട്ടലിൽ വിറങ്ങലിച്ചിരിക്കുകയാണ് കേരളം. കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ദാരുണവും ഭീകരവുമായ ദുരന്തത്തിനാണ് വയനാട് മുണ്ടക്കയും ചൂരൽമലയും സാക്ഷ്യം വഹിച്ചത്. എന്നാൽ പശ്ചിമഘട്ട മലനിരകൾ കിഴക്കൻ അതിരുകാക്കുന്ന സംസ്ഥാനത്ത് ഉരുൾ ദുരന്തം ഇതാദ്യമല്ല. കേരളത്തിൽ മാത്രം കഴിഞ്ഞ 10 വർഷത്തിനിടെ മാത്രം 255ഓളം ജീവനാണ് ഉരുൾ കവർന്നത്. തിരുവനന്തപുരം അമ്പൂരി പഞ്ചായത്തിൽ 2001 നവംബറിലുണ്ടായ ഉരുൾപൊട്ടൽ 39 പേരുടെ ജീവനാണ് എടുത്തത്. 2001 നവംബർ 9 കേരളം അന്നോളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഉരുൾപൊട്ടലിന് സാക്ഷിയായത്. ഒരു മലയോര ഗ്രാമം ഒന്നടങ്കം ആ രാക്ഷസ ഉരുൾപൊട്ടലിൽ ഞെരിഞ്ഞമർന്നു. 6 മണി തൊട്ട് ഇടിവെട്ടോടുകൂടിയ ശക്തമായ മഴ പെയ്യുകയായിരുന്നു. വെറുമൊരു മഴ മാത്രമാണിതെന്ന് ആണ് നാട്ടുകാർ കരുതിയത്. എന്നാൽ അത് വളരെ വേഗത്തിൽ തന്നെ ഒരു ഉഗ്രരൂപിയായി മാറുകയായിരുന്നു. സംഭവ ദിവസം രാത്രി 8:15 കുരിശുമലയുടെ അടിവാരത്ത് നിന്നും അതിഭീകരമായൊരു ശബ്ദം പരിസരവാസികളൊക്കെ കേട്ടു. കുരിശുമലയുടെ അടിവാരത്തുള്ള കവലയിലെ 4ഓളം വീടുകളാണ് മണ്ണിനടിയിലായത്. പാറയും മണ്ണും കുത്തിയൊലിച്ചു വന്നുകൊണ്ടിരുന്നു. നാട്ടുകാരും ഫയർഫോഴ്സും രക്ഷാപ്രവർത്തനത്തിനായി സജീവമായി ഇറങ്ങി. അടിവാരത്തെ കവലയായി പൂച്ചമുക്കിലെ തോമസിന്റെ വിവാഹ നിശ്ചയത്തിനെത്തിയവരായിരുന്നു മരിച്ചവരിൽ ഏറെയും. ഗൃഹനാഥനായ തോമസ് കടുകിട വ്യത്യാസത്തിലാണ് രക്ഷപ്പെട്ടത്. 24 പേരാണ് തോമസിന്റെ വീട്ടിൽ നിന്ന് മാത്രമെന്ന് മരണപ്പെട്ടത്. ഉരുൾപൊട്ടൽ സാധ്യത മേഖലയായി കുരിശുമല, പൂച്ചമുക്ക്, കുമ്പിച്ചാൽ എന്നിവിടങ്ങളെ അതോടെ സർക്കാർ പ്രഖ്യാപിക്കുകയായിരുന്നു. 2001 തന്നെ ജൂലൈ 9 ഇടുക്കിയിലെ തൊടുപുഴ താലൂക്കിലെ വെണ്ണിയാനയിൽ ഉരുൾപൊട്ടുന്നത്. പുലർച്ചെ പെയ്ത ശക്തമായ മഴയോടൊപ്പം ഉരുൾപൊട്ടുകയായിരുന്നു. വെള്ളപ്പാച്ചിലിൽ ആദ്യം ഇടയപ്പറമ്പിൽ ഭാസ്കരന്റെയും കുമാരിയുടെയും വീട് തകരുകയും ഇരുവരും മരിക്കുകയും ചെയ്തു. തുടരെ 20ഓളം ഉരുളുകളാണ് അന്ന് പൊട്ടിയത്. അന്ന് ഉച്ചയ്ക്ക് 11:30 മലയാള മനോരമയുടെ ഫോട്ടോഗ്രാഫർ വിക്ടർ ജോർജ് ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകരും സംഭവസ്ഥലത്തെത്തിയിരുന്നു. എന്നാൽ പിന്നീടുണ്ടായ ഉരുൾപൊട്ടലിൽ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്ന വിക്ടറും മരണപ്പെട്ടു. 100ഓളം ആളുകൾ നോക്കി നിൽക്കുകയാണെന്ന് ഉരുൾപൊട്ടിയത്. ഇവർ ഓടി രക്ഷപ്പെട്ടതിനാൽ അന്ന് ഒരു വലിയ ദുരന്തം ഒഴിവായി. പിറ്റേന്ന് നടത്തിയ തിരച്ചിലിലായിരുന്നു വിക്ടറിനെ കണ്ടെത്തിയത്. 2012 ഓഗസ്റ്റ് 7 പിന്നീട് കോഴിക്കോട് ജില്ലയിലെ ഒരു മലയോര മേഖലയായ പുല്ലൂരാംപാറ, മഞ്ഞവെയിൽ ഭാഗങ്ങളിൽ ഉരുൾപൊട്ടുന്നത്. 8 പേരാണ് ഈ ദുരന്തത്തിൽ മരിച്ചത്. വാസസ്ഥലങ്ങൾക്കും കൃഷിയിടങ്ങൾക്കും വലിയ നാശനഷ്ടങ്ങളാണ് അന്ന് സംഭവിച്ചത്. ദിവസങ്ങളായി നിർത്താതെ പെയ്ത മഴയായിരുന്നു അന്നത്തെ ഉരുൾപൊട്ടലിന് കാരണമായി എന്നതാണ് കണ്ടെത്തൽ.
അതേസമയം 2018 ജൂൺ 14 കോഴിക്കോട് തന്നെ കട്ടിപ്പാറയിൽ ഉരുൾപൊട്ടുന്നത്. 14 പുലർച്ചെ ഉണ്ടായ ദുരന്തത്തിൽ അന്ന് 14 പേർ മരിക്കുകയും ചെയ്തു. 5 വീടുകൾ പൂർണ്ണമായും നശിച്ചു. 33 വീടുകൾ ഭാഗികമായി തകരുകയും ചെയ്തു. ഉരുൾപൊട്ടലിനെ തുടർന്ന് സമീപ പ്രദേശത്ത് വെള്ളപ്പൊക്കമുണ്ടാവുകയും 5ഓളം പഞ്ചായത്തുകൾ വെള്ളത്തിനടിയിലാവുകയും ചെയ്തു. 7 ദിവസമാണെന്ന് രക്ഷാപ്രവർത്തനം നീണ്ടുനിന്നത്. കോഴിക്കോട് ജില്ലയിലുണ്ടായ ഏറ്റവും വലിയ ദുരന്തമായിട്ടാണ് കട്ടിപ്പാറ ഉരുൾപൊട്ടലിനെ കണക്കാക്കുന്നത്. പ്രദേശത്തെ അനധികൃതമായി നടത്തിയിരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളും ക്വാറികളും അശാസ്ത്രീയ ജലസംഭരണി എന്നിവയുമെല്ലാം ഈ ഉരുൾപൊട്ടലിന് കാരണമായി എന്നാണ് പിന്നീട് കണ്ടെത്തിയത്. ഓഗസ്റ്റ് 8 മലപ്പുറത്തെ കവളപ്പാറയിൽ നടന്ന ദുരന്തം അതൊരിക്കലും മറക്കാൻ സാധിക്കില്ല. 59 പേരുടെ ജീവനാണ് അന്നെടുത്തത്. ഇതിൽ 11 പേരെ കണ്ടെത്താനായിട്ടില്ല. രാത്രി 8 മണിയോടെയാണ് ഈ ദുരന്തം ഉണ്ടാവുന്നത്. കവളപ്പാറ മുത്തപ്പൻ കുന്നിലാണ് ഉരുളുപൊട്ടി താഴ്വാരത്തെ 45 വീടുകൾ മണ്ണിലടിയിലാവുന്നത്. 20 ദിവസമാണ് ഈ തിരച്ചിലുകളൊക്കെ നടത്തിയത്. അതിനുശേഷമാണ് ഈ 48 മൃതദേഹങ്ങൾ കണ്ടെടുത്തത്. 12 പേരുടെ മൃതദേഹങ്ങൾ ഇപ്പോഴും കണ്ടുകിട്ടിയിട്ടില്ല. കവളപ്പാറയിലെ ജനവാസ കേന്ദ്രത്തിലടക്കം 45 വീടുകളാണ് ഉരുൾപൊട്ടലിൽ മണ്ണിനടിയിലായത്. ഇതേ ദുരന്തം നടന്ന ദിവസം തന്നെ സമീപ പ്രദേശത്തുള്ള പതാറിലും നാശം സംഭവിച്ചു. അതിഭീകരമായ ഉരുൾപൊട്ടലിൽ ഈ നാട് തന്നെ അപ്രത്യക്ഷമായി. എന്നാൽ ഇവിടെ ആളപായമുണ്ടായില്ല. കാരണം മുത്തപ്പൻ കുന്നിലെ കവളപ്പാറ കോളനിയിലെ 32 വീടുകളടക്കം 160ഓളം കുടുംബങ്ങൾക്ക് സർക്കാർ നഷ്ടപരിഹാരം നൽകി. ഉരുൾപൊട്ടൽ സാധ്യതയുള്ളതിനാൽ ഇവരെ മാറി താമസിക്കാൻ ഈ കുടുംബങ്ങളെ സർക്കാർ പറഞ്ഞിരുന്നു. അത് നഷ്ടപരിഹാരം നൽകിയവർക്ക് പുനരധിവാസം സാധ്യമാക്കിയതിനാൽ അത്തരത്തിലൊരു ദുരന്തം വന്ന് ഒഴിവാകുകയായിരുന്നു. പിന്നീട് നമ്മളെ ഏറെ ഭീതിപ്പെടുത്തുന്നത് 2019 നടന്ന പുത്തുമല ദുരന്തമാണ്. 2019 ഓഗസ്റ്റ് 8 ഉരുൾപൊട്ടലിൽ പുത്തുമലയിലെയും സമീപ പ്രദേശമായ പച്ചക്കുടിയിലെയും 17 പേരാണെന്ന് മരണപ്പെട്ടത്. ഇതിൽ 5 പേരുടെ മൃതദേഹം ഇപ്പോഴും കാണാമറയത്താണ്. പച്ചക്കുടിയിലെ കുന്നിൻ മുകളിൽ നിന്നാണ് അന്ന് ഉരുൾപൊട്ടിയത്. ഇവരിൽ കന്നൻകാടൻ അബൂബക്കർ, പുത്രത്തൊടിയിൽ ഹംസ, നാച്ചി വീട്ടിൽ അവറാൻ, എടക്കണ്ടൻ നബീസ, എസ്റ്റേറ്റ് തൊഴിലാളി അണ്ണയ്യ എന്നിവരെ ഇപ്പോഴും കണ്ടെത്താനായിട്ടില്ല. പെട്ടെന്ന് നനച്ചിരിക്കാതെ കൺവെട്ടത്ത് നിന്നും മറഞ്ഞവരെ അവസാനമായി ഒരു നോക്ക് കാണാനോ അന്ത്യകർമ്മങ്ങൾ ചെയ്യാനോ ബന്ധുക്കൾക്ക് യോഗമുണ്ടായില്ല. മഴയുടെ ഒരു അസാധാരണ ഭാവം കണ്ട് പന്തികേട് തോന്നിയ പഞ്ചായത്ത് പ്രതിനിധികളും നാട്ടുകാരും ഓഗസ്റ്റ് 8 രാവിലെ പച്ചക്കാട് നിന്നും പ്രദേശവാസികളെ കശ്മീർ വനംവകുപ്പ് ഓഫീസിലെ ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിച്ചിരുന്നു. ക്യാമ്പിൽ നിന്ന് വൈകിട്ട് വീണ്ടും വീട്ടിലെത്തിയപ്പോഴാണ് അബൂബക്കറേയും അവറാനെയും ദുരന്തം തട്ടിയെടുത്തത്. പേരക്കുട്ടിയുടെ വിവാഹത്തിനായി കരുതിയിരുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുക്കാൻ വീട്ടിലെത്തിയപ്പോഴായിരുന്നു ഈ അപകടം സംഭവിച്ചത്. ഉരുൾപൊട്ടലിൽ ഒഴുകിയമർന്ന എസ്റ്റേറ്റ് ക്യാൻറ്റീനിൽ നിൽക്കുമ്പോഴായിരുന്നു നബീസയെ ഉരുൾ തട്ടിയെടുത്തത്. ദുരന്ത സ്ഥലത്തെ പാടികളിൽ നിന്നും തൊഴിലാളികളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുന്നതിനിടെയാണ് ഈ എസ്റ്റേറ്റ് തൊഴിലാളിയായ അണ്ണയ്യെ കാണാതായത്. ദുരന്തത്തെ തുടർന്ന് മുഴുവൻ കുടുംബങ്ങളെ മേപ്പാടി ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ സ്ഥലങ്ങളിലേക്കൊക്കെ മാറ്റി. 65ഓളം വീടുകളാണെന്ന് ഉരുൾപൊട്ടലിൽ പൂർണ്ണമായും തകർന്നത്. ഇത് മനുഷ്യവാസയോഗ്യമല്ല എന്ന് വിദഗ്ധർ വിധിയെഴുതിയ ഇവിടെ ഇതുവരെയും ഇപ്പോഴും ഈ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല. പുത്തുമലയിലെ എസ്റ്റേറ്റ് പാടികളിൽ താമസക്കാർ ഇപ്പോൾ വളരെ കുറവാണ്. 16 പാടികൾ ഉണ്ടായിരുന്നതിൽ ഒരെണ്ണം ഉരുൾപൊട്ടലിൽ പൂർണ്ണമായും ഒലിച്ചുപോയിരുന്നു. 5 എണ്ണം ഉപയോഗശൂന്യമല്ലാതെയായി. മാത്രമല്ല അതിഥി തൊഴിലാളികളുടേതടക്കം 10 പാടികളിൽ മാത്രമാണ് ഇപ്പോൾ താമസമുള്ളത്. ഓഗസ്റ്റ് 6 രാത്രി 10:30 പെട്ടിമുടിക്ക് മേലെ ദുരന്തം ഉരുൾപൊട്ടിയെത്തി. നിമിഷ നേരം കൊണ്ട് ലയങ്ങളെല്ലാം മണ്ണിനടിയിലായി. കൂറ്റൻ പാറക്കല്ലുകളും വന്നു വീണു. ജോലി കഴിഞ്ഞു വന്ന ക്ഷീണത്തിൽ മിക്കവരും ഉറക്കം പിടിച്ചിരുന്നു. ക്ഷണനേരം കൊണ്ടവർ മണ്ണിൽ പൂണ്ടുപോയി. വാർത്താവിനിമയ സംവിധാനങ്ങളുടെ കുറവ് കാരണം 10 മണിക്കൂറിന് ശേഷമായിരുന്നു ആ ദുരന്തം തന്നെ പുറംലോകം അറിയുന്നത്. സമയം വൈകിയത് കൊണ്ട് തന്നെ ശ്രമകരമായിരുന്നു അവിടുത്തെ രക്ഷാപ്രവർത്തനങ്ങൾ. ദുരന്ത നിവാരണ സേനയും വിവിധ വകുപ്പുകളുമാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. അന്ന് കോവിഡ് കാലമായിരുന്നു. കോവിഡിനെ അവഗണിച്ച് 500-ലധികം പേർ രക്ഷാപ്രവർത്തനത്തിൽ ഇറങ്ങിയെന്നതും ശ്രദ്ധേയമായിരുന്നു. 19 ദിവസമായിരുന്നു അന്ന് തിരച്ചിൽ നീണ്ടുനിന്നത്. ഓരോ ദിവസവും ഹൃദയഭേദകമായിരുന്നു ആ കാഴ്ചകളൊക്കെ. ഒരു അച്ഛൻ
അച്ഛനും അമ്മയ്ക്കും ഒപ്പം കെട്ടിപ്പിടിച്ച് കിടക്കുന്ന രീതിയിൽ കുഞ്ഞുങ്ങളുടെ മൃതദേഹങ്ങളൊക്കെ കണ്ടെടുത്തപ്പോൾ നാടും വല്ലാതെ കണ്ണീരിലടിഞ്ഞിരുന്നു. ദുരന്തഭൂമിയിൽ സമീപത്തുകൂടി ഒഴുകുന്ന പെട്ടിമുടി പുഴ, ഗ്രാവൽ ബാങ്ക്, ഉരുൾപൊട്ടി ഒഴുകിയ ഭാഗത്തെ വനപ്രദേശങ്ങൾ എന്നിവിടങ്ങളിലേക്കായിരുന്നു കാണാതായവർക്ക് വേണ്ടി അന്ന് തിരച്ചിൽ നടത്തിയത്. തിരച്ചിലിൽ നിന്നും 14 കിലോമീറ്റർ ദൂരത്ത് വരെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. കനത്ത മഴയും മൂടൽമഞ്ഞും കൊടും തണുപ്പും രക്ഷാപ്രവർത്തനത്തിന് വലിയ വെല്ലുവിളിയുമായിരുന്നു. രക്ഷാപ്രവർത്തകർ കണ്ടെടുക്കുന്ന മൃതദേഹങ്ങൾ ദുരന്തഭൂമിയിൽ നിന്നും 4 കിലോമീറ്റർ ദൂരത്തുള്ള രാജമലയ്ക്ക് സമീപമുള്ള എസ്റ്റേറ്റ് ആശുപത്രിയിലായിരുന്നു അന്ന് പരിശോധനകൾ നടത്തിയിരുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗത്തു നിന്നുള്ള സർക്കാർ ഡോക്ടർമാരുടെ നേതൃത്വത്തിലായിരുന്നു അന്ന് പരിശോധന. അവസാനം 4 പേരെ ഒഴികെ ബാക്കി 66 പേരെ കണ്ടെത്തി. പരമാവധി ശ്രമിച്ചിട്ടും ആ 4 പേർ ഇന്നും കാണാമായതാണ്. ഇവരെ മരിച്ചതായി കണക്കാക്കി സർക്കാർ ഉത്തരവും ഇറക്കി. പോലീസ്, NDRF, അഗ്നിരക്ഷാസേന, പഞ്ചായത്ത്, വിവിധ സന്നദ്ധ സംഘടനകൾ എന്നിവരായിരുന്നു അന്ന് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. 2021 ഒക്ടോബർ 16 കോട്ടയം, ഇടുക്കി ജില്ലകളുടെ ഒരു അതിർത്തി പ്രദേശമായി കൂട്ടിക്കൽ, കൊക്കയാർ എന്നിവിടങ്ങളിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ 13 ജീവനുകളാണ് അന്ന് നഷ്ടപ്പെട്ടത്. ആ ശനിയാഴ്ച പകൽ ഇടവിടാതെ മഴ പെയ്യാനായി തുടങ്ങി. സാധാരണ മഴയിൽ നിന്നും ആരംഭിച്ച് പിന്നീട് സർവ്വശാന്തതയും കൈവെടിഞ്ഞ് സംഹാര താണ്ഡവം ആടിത്തിമിർക്കാൻ തുടങ്ങി. പുലക്കയാർ കലിതുള്ളി ഒഴുകാൻ തുടങ്ങി. കാവാലി, പാപ്ലള്ളി എന്നിവിടങ്ങളിൽ ഉരുൾപൊട്ടി. കെട്ടിടാവശിഷ്ടങ്ങൾ ഉൾപ്പെടെ പുഴയിലൂടെ കുതിച്ചെത്താൻ തുടങ്ങി. ആയിരക്കണക്കിന് ആളുകളാണ് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറിയത്. ഒരു കുടുംബത്തിലെ 6 പേരാണ് ദുരന്തത്തിൽ ഒറ്റയടിക്ക് മരിച്ചത്. പ്രദേശത്ത് അനധികൃതമായി പ്രവർത്തിക്കുന്ന ക്വാറികളാണ് ഈ മഹാദുരന്തത്തിന് കാരണമെന്നൊടുവിൽ നാട്ടുകാർ ആരോപിച്ചു. തുടർച്ചയാവുന്ന ദുരന്തങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ അധ്യായമാണ് ചൂരൽമല. കേരളം കണ്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ. ഓരോ നിമിഷവും ഉയരുന്ന മരണസംഖ്യ, കണക്കില്ലാത്ത നാശനഷ്ടങ്ങൾ. ചൂരൽമലയിൽ നിന്നുള്ള വിവരങ്ങൾ നിലയ്ക്കുന്നില്ല. രാത്രിയിൽ ഉറക്കത്തിൽ ചെളിയും കല്ലും വന്നടിഞ്ഞപ്പോഴാണ് ഉരുൾപൊട്ടിയത് ചൂരൽമലക്കാർ അറിയുന്നത്. 2ാം തവണയും ഉരുൾപൊട്ടിയപ്പോൾ ചൂരൽമഴയും മുണ്ടക്കയും പൂർണ്ണമായും കീഴ്പ്പെട്ടു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.